വിവാദത്തിനും അടച്ചിടലിനുമെല്ലാം അവസാനമാകുന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങി നഗരത്തിലെ റെയിൽവേ മേൽപ്പാലം. ഫെബ്രുവരി 17 മന്ത്രി PM മുഹമ്മദ് റിയാസ് പാലം ഔദ്യോഗികമായി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. നാട്ടുകാർ തുറന്നും അധികൃതരെത്തി അടച്ചും ഏറെ വിവാദമുണ്ടാക്കിയ പാലമാണിത്. 7 വർഷങ്ങൾക്ക് മുൻപ് പാലത്തിന്റെ പണി പൂർത്തിയായിരുന്നു. എന്നാൽ അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിരുന്നില്ല. ഇതിനായി കഴിഞ്ഞ വർഷം 3,06,00,000 രൂപ അനുവദിക്കുകയും പണി തുടങ്ങുകയും ചെയ്തു. റോഡിന്റെ രൂപമായപ്പോൾ ഓണത്തിരക്ക് കുറയ്ക്കാൻ ഇതിലൂടെ വണ്ടി കടത്തിവിടണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണി പൂർണ്ണമായി കഴിയാത്തതിനാൽ സാധിക്കില്ലെന്ന് മരാമത്ത് വകുപ്പ് നിലപാടെടുത്തു. ഇതോടെ UDF പാലത്തിന് മുകളിൽ സമരവും നടത്തിയിരുന്നു. സമരത്തിനിടെ ചില പ്രവർത്തകർ അടഞ്ഞുകിടന്നിരുന്ന പാലം തുറന്നിട്ടു. ഇതോടെ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകാനും തുടങ്ങി. നഗരത്തിലെ കുരുക്കിന് ശമനമുണ്ടാവുകയും ചെയ്തു. പക്ഷേ അധികൃതരെത്തി പാലം അടച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ചിലർ ചേർന്ന് വീണ്ടും പാലം തുറന്നു. 2 ദിവസത്തിനുള്ളിൽ അധികൃതരെത്തി വീണ്ടും അടച്ചു. എന്നാൽ അടയ്ക്കും തോറും പാലം തുറന്നിടുന്നത് ഇവിടെ പതിവായി. ഇതിനിടെ 1 മാസം മുൻപ് പാലത്തിന്റെ ഇരുവശത്തും മണ്ണിട്ട് പാലം വീണ്ടും അടയ്ക്കുകയും ടാറിംഗ് തുടങ്ങുകയും ചെയ്തു. 2 ആഴ്ച മുൻപ് ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. ഇതോടെ പാലം തുറന്ന് വണ്ടികൾ കടത്തിവിടാനും ആരംഭിച്ചു. ഇത് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറച്ചിട്ടുണ്ട്. ഫെബ്രുവരി 17 മന്ത്രി എത്തി പാലം ഔദ്യോഗികമായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. 17-ാം തീയതി ഫെബ്രുവരി 17 4 മണിക്ക് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തിരൂരിൽ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജില്ലയിലെ തിരൂർ മുതൽ മലപ്പുറത്തേക്ക് പോകുന്ന പ്രധാന വീഥിയാണിത്. നമ്മുടെ ചമ്രവട്ടം കടലുണ്ടി റോഡും NHഉം നാഷണൽ ഹൈവേയും ഒക്കെ ഒത്തുകൂടുന്ന വീതിയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭാഗം. ഇത് തുറന്നു കിട്ടുന്നതോടുകൂടി ഇപ്പോൾ തന്നെ അതിലൂടെ സഞ്ചാരം അനുവദിച്ചിട്ടുണ്ട്. തിരൂരിലെ തിക്കും തിരക്കിനും വാഹനത്തിൻ്റെ കുതിപ്പിനും കുറച്ചും കൂടി സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിത് ആശ്വാസകരമാണ്. ഇതിന് ഫണ്ട് അനുവദിച്ച് കിട്ടിയതിൽ എനിക്ക് പൊതുമരാമത്ത് വകുപ്പിനോട് പ്രത്യേക നന്ദിയുണ്ട്. ഇതിന് സഹകരിച്ച ജനങ്ങൾ കുറേ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇത് തുറന്നും അടച്ചും കുറച്ചൊക്കെ ഇതിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടി പരിശ്രമിച്ച ചില നാട്ടുകാരുമുണ്ട്. ഓണത്തിൻ്റെ സന്ദർഭത്തിൽ തിരക്ക് ഒഴിവാക്കാൻ ഒരു 4 ദിവസത്തേക്ക് തുറന്നു കൊടുക്കാൻ ഞാൻ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടതായിരുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ അത് അനുവദിച്ചു എങ്കിലും പിന്നീട് ആരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി അത് അടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അതിനടച്ചും തുറന്നും അങ്ങനെ കുറേ വിവാദങ്ങളുണ്ടായി എങ്കിലും ഇപ്പോൾ വളരെ സന്തോഷിക്കാം. പണി പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ എടുക്കുകയാണ്. നമുക്കൊരു ആഘോഷമായി അത് സംഘടിപ്പിക്കണം. എല്ലാവരും എത്തിച്ചേരണം എന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു.